സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പാത കണ്ടെത്തൂ മാർ ഏലിയാസ് കോളേജിനൊപ്പം. കോതമംഗലത്ത് നിന്നും പെരുമ്പാവൂരിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള പ്രകൃതി രമണീയമായ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് മാർ ഏലിയാസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് മുതൽ ബിരുദാനന്തര പ്രോഗ്രാമുകൾ വരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഒപ്പം ഇഷ്ട ആഡ് ഓൺ കോഴ്സുകളും തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച നിരവധി കോഴ്സുകൾ, മികച്ച അധ്യാപനം, മനോഹരമായ ക്യാമ്പസ്, ശാന്തമായ പഠനാന്തരീക്ഷം എല്ലാം മാർ ഏലിയാസ് കോളേജിന്റെ സവിശേഷതകളാണ്. ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സോസ വാർഷിക പൊതുയോഗവും അനുമോദന സമ്മേളനവും നടന്നു. പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂൾ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷവും അനുമോദന സമ്മേളനവും നടത്തി. വാർഷിക പൊതുയോഗത്തിന് ശേഷം നടന്ന അനുമോദന സമ്മേളനത്തിൽ പ്രസിഡന്റ് സേവി താരിപ്പള്ളി അധ്യക്ഷത വെച്ചു. മുൻ എം പി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ പരിപാടിയാണ്. ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്, സെന്റ് മേരീസ് ഹൈസ്കൂൾ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന് സോസ എന്നാണ് നിങ്ങൾ ചുരുക്കത്തിൽ നൽകിയിരിക്കുന്നത്. പെട്ടെന്ന് പഴയ നിയമത്തിലെ ഈ സോസിന് കുട്ടികൾക്ക് പറഞ്ഞത് അങ്ങനെ നല്ല പേരിട്ട് പ്രവർത്തിക്കുന്ന എന്ന് മാത്രമല്ല അർത്ഥവത്തായി പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനാണ് ഇത് എന്ന് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ സേവി താണിപ്പള്ളിയുടെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലായി. മുനമ്പം പോലീസ് സ്റ്റേഷൻ എസ് ഐ ടി ആർ ഗിൽസ് മുഖ്യപ്രഭാഷണം നടത്തി. കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒന്ന് ഇവിടുന്ന് പോകേണ്ടി വന്നതുകൊണ്ടാണ് പലരും എന്നോട് ഇവിടെ എത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഈ യോഗത്തിന്റെ യോഗാധ്യക്ഷൻ ശ്രീ സേവർ പുതുശ്ശേരി സേവർ താൻപിടി, ഇതേപോലെ തന്നെ പള്ളിപ്പുറത്തിന്റെ ബ്രാഞ്ച് അംബാസിഡർമാരെ രണ്ടുപേർ വിളിച്ചിട്ടുണ്ട്. നമുക്കതെന്ന് പറയാം, സിപി പള്ളിപ്പുറം സാർ, അതുപോലെ തന്നെ പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, സിപി പള്ളിപ്പുറം ജോസഫ് പനക്കൽ, വാർഡ് മെമ്പർ അലക്സാണ്ടർ ആൻസൺ, പി ടി എ വൈസ് പ്രസിഡന്റ് കെ എൻ മുരുകൻ, പ്രധാന അധ്യാപകൻ സേവ്യർ പുതുശ്ശേരി, സുനിൽ ചൂതംപറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഈ പരിപാടിയെ മഹത്തരമാക്കി തീർത്തു. അത് മാത്രമല്ല, എല്ലാവർക്കും സമ്മാനം കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. സാധാരണ നമ്മൾ കാണികളായിട്ടാണ് വന്നിരിക്കുക. ഇവിടെ അധ്യാപകർക്ക്, കുട്ടികൾക്കും A+ കിട്ടിയോ ഫുൾ A+ കിട്ടിയവർക്കും മറ്റ് 9 കിട്ടിയവർക്ക് എല്ലാം സമ്മാനം കൊടുത്തു. അതുപോലെ ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കാനുള്ളത്, പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ ജോസഫ് ഡെലിനെയും ഡോക്ടർ അബ്ദുൽ കരീമിനെയും വിദ്യാലയത്തിൽ നിന്നും ഫുൾ A+, 9 A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികളെയും സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപകരെയും ഹൈസ്കൂൾ അധ്യാപകരെയും വേദിയിൽ ആദരിച്ചു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ അബ്ദുൽ കരീമിന്റെ മാജിക് ഷോയും പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. സ്നേഹവിരുന്നും നടത്തി. ന്യൂസ് ബ്യൂറോ, വൈപ്പിൻ.